1 മുതൽ 25 വരെ മൾട്ടിപ്പിൾ ചെയ്താൽ അവസാനം എത്ര സീറോ ഉണ്ടാവും എന്നാണ് ചോദ്യം. ഇതൊരു വർഷം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഈ സീറോകളുടെ എണ്ണം വരുന്നത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എപ്പോഴും സീറോ വരുന്ന ആ രണ്ട് സംഖ്യകൾ ഒന്ന് 2ഉം ഒന്ന് 5ഉം, അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിളായ ഏതൊരു സംഖ്യയെയും 5 കൊണ്ട് ഗുണിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് സീറോ കയറി വരുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം നമുക്കൊരു 1 മുതൽ 5 വരെ ഒന്ന് ഗുണിച്ച് നോക്കാം. 1 × 2 × 3 × 4 × 5. ഇവിടെ 2ന്റെ മൾട്ടിപ്പിളായ 4 ഇവിടെ ഉണ്ട്, 5 എന്തായാലും ഇവിടെ ഉണ്ട്. അവിടെയാണ് സീറോയുടെ ഉത്ഭവം വരുന്നത്. അപ്പോൾ ഓരോ 5 വരെ ഗുണിക്കുമ്പോഴും ഒരു സീറോ കടന്നു വരുന്നു. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ 120 ആണ്, 120 ആണ്. അപ്പൊ ഈ 120 നിങ്ങൾക്ക് ഇവിടെ ഒരു സീറോ കാണാം. ഇവിടെ ഒരു സീറോ കാണുന്നത് ആ സീറോന്റെ കാരണക്കാരൻ ഒന്നുകിൽ 2ഉം 5ഉം അല്ലെങ്കിൽ 4ഉം 5ഉം ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആയ. അപ്പം 5ഉം 2ഉം എവിടെ കയറി വരുന്നുവോ അവിടെ സീറോ വരികയാണ്. അപ്പൊ ഇവിടെ 5ന്റെ മൾട്ടിപ്പിൾ വന്നാലും സീറോ വരും. 5ന്റെ മൾട്ടിപ്പിൾ ആണ് 10, 15 എന്നൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രശ്നം നോക്കാം. നമുക്കിവിടെ 1 മുതൽ 10 വരെയാണ് ഗുണിക്കുന്നതെങ്കിൽ അവിടെ എത്ര സീറോ വരും? ഒന്ന് മുതൽ 10 വരെ ഗുണിക്കുമ്പോൾ അവസാനത്തിൽ സീറോ ഉണ്ടാവും, 2 സീറോ ഉണ്ടാവും. കാരണം 10ലുള്ള സീറോയും കൂടി അവിടെ വരികയാണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം അവസാനം കാണുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യയെ 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 2, 5, 10, ആ 2 സീറോ. ഇനി 15 വരെ ഗുണിക്കുമ്പോൾ 15നെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 5, 15, അപ്പൊ 3 സീറോ. 20 വരെ ഗുണിക്കുമ്പോൾ 20നെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 4, 5, 20, അപ്പം 20 വരെ 1 മുതൽ 20 വരെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 സീറോ വരും, 4 സീറോ. പക്ഷെ 25 വരെ വരുമ്പോൾ 5 സീറോ അല്ല. അതുകൊണ്ടാണ് ഞാൻ 25ന്റെ കാര്യം പ്രത്യേകം പറയാൻ കാരണം. 25 വരുമ്പോൾ 5 സീറോ അല്ല ഉണ്ടാവും, 6 സീറോ ഉണ്ടാവും. നിങ്ങൾക്ക് സമയം കിട്ടുന്നതിന് വെറുതെ ഒന്ന് 25 വരെ ഗുണിച്ചൊക്കെ, അതായത് ഇപ്പൊ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അതേ സമയത്ത് 25 വരെ വരുമ്പോൾ 6 സീറോ വരും എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് ഒരു കാര്യം നോക്കാം. ഇവിടെ ഈ 25നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നത്? 25ൽ എത്ര 5 ഉണ്ട്? 5. അപ്പൊ 5, 5, 25. അപ്പൊ പെട്ടെന്ന് കുട്ടികൾ ഈ 5 സീറോ എന്ന് ചിലപ്പം എഴുതി വെക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കിട്ടിയിരിക്കുന്ന 5, ആ 5നെ വീണ്ടും നിങ്ങൾക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഒരു 5, 5. അപ്പൊ ഇവിടെയുള്ള ഈ 5ഉം ഇവിടെയുള്ള 1ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 6. 1 മുതൽ 25 വരെ ഗുണിക്കുമ്പോൾ 6 സീറോ ഉണ്ടാവും. ഇനി എന്റെ ചോദ്യം ഞാൻ ഒന്ന് മാറ്റുകയാണ്. എങ്ങനെയാ ചോദ്യം മാറ്റുന്നത്? ഈ 1 മുതൽ 100 വരെയാണ് ഗുണിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരാൾ 1 മുതൽ 100 വരെ ഗുണിക്കാൻ തീരുമാനിച്ചു. അപ്പൊ 1 മുതൽ 100 വരെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അവിടെ എത്ര സീറോ ഉണ്ടാവും എന്നറിയാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 100നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 100ൽ എത്ര 5 ഉണ്ട്? 20. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടുന്ന് നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് വേറെ സംസാരിക്കരുത്. എന്റെ ചോദ്യത്തിന് മറുപടി ഇങ്ങോട്ട് പറയാൻ തയ്യാറായിട്ട് 2 കുട്ടികൾ മുന്നോട്ട് വന്നാൽ മതി. അപ്പൊ 20 സീറോ ഉണ്ടാവും. സോറി, 20 സീറോ അല്ല ഉണ്ടാവുക. 20, 100ൽ 5, 20. അപ്പൊ 20 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ 20 ഇങ്ങോട്ട് മാറ്റി എഴുതുക. പ്ലസ് 20നെ നിങ്ങൾ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര ഉണ്ടാവും? 4. 4, 5, 20. അപ്പൊ 4. അപ്പൊ ഈ 4 ഇനി 4 5നെ ചെറുതായത് കൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ 24 സീറോ ഉണ്ട്. ഇനി 1 മുതൽ അരൊന്നും ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓഫ് ചെയ്തു. 200 വരെയാണ് ഗുണിക്കുന്നതെങ്കിലോ എത്ര സീറോ ഉണ്ടാവും? 40.
നോക്കൂ 40 ഒക്കെ നോക്കാം. 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 5 20 40 സീറോ. പക്ഷെ 40 അല്ലാലും ഉണ്ടാവുക. 40നെ നമുക്ക് വീണ്ടും 5 കൊണ്ട് ഹരിച്ചൂടെ? 40നെ നമുക്ക് വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അപ്പൊ 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാ? നിങ്ങൾ ബോർഡ് കാണുന്നുണ്ടോ? അപ്പൊ കാണുന്നുണ്ടാവും അല്ലെ? 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? 8 5 40. അപ്പൊ നിങ്ങൾ പറയും 48 സീറോ അല്ലേ ഉണ്ടാവുക? അല്ലല്ലോ. ഈ 8നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അപ്പം ഒരു 5 5. റിമൈൻഡർ ഇവിടെ 3 ആണ്. അപ്പൊ നമുക്ക് എത്ര സീറോ ഉണ്ടാവും ശരിക്കും? 49. ആരാണ് ഈ മറുപടി പറയുന്നത്? ഹിബ മെഹറിൻ. ഏത് സ്കൂളാ? ചെറുമിറ്റം. അരുന്നെന്താ ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ദസ്താൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ധ്യാന ഉണ്ടോ? ഇന്നുണ്ടോ? ധ്യാന ഒക്കെ ഉണ്ടോ ഇന്ന്? അപ്പൊ നിങ്ങൾ അവസരത്തിനനുസരിച്ച് മറുപടി പറയണം. എല്ലാവർക്കും മറുപടിയുള്ള അവസരം കൊടുക്കണം. എല്ലാവരുടെയും പേരെന്ന് ഞാൻ ഇവിടെ കാണുന്നില്ല, അതുകൊണ്ടാണ് പല ഐഡിയിലാണ് നിങ്ങൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പേര് നോക്കി വിളിക്കാൻ കഴിയാത്തത്. എന്തായാലും നിങ്ങൾ മുന്നോട്ട് വന്ന് പേര് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഈ ചോദ്യത്തിന് ഒന്നുകൂടി വ്യക്തത വരുത്തേണ്ടതില്ലല്ലോ. ഇത് സാധാരണ പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഒരു ചോദ്യം തരുന്നത് വഴി ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് നമ്മളങ്ങ് പഠിപ്പിക്കും. കാരണം വൈകി വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഓരോന്ന് പരിചയപ്പെടുത്തുന്നത്. പിന്നീട് നമുക്ക് ടോപ്പിക് ബേസ് ആയിട്ട് ഇങ്ങനെ എടുത്തു പോകാം. അതുപോലെ മെന്റൽ എബിലിറ്റിയുടെ ക്ലാസ് വേണ്ടിയുണ്ട്. അപ്പം സ്കൂള് നിങ്ങൾക്ക് NMMSയുടെ USSന്റെ ഒക്കെ കുട്ടികളെ സോർട്ട് ചെയ്ത് വരുന്നേ ഉണ്ടാവും. കാരണം നോട്ടിഫിക്കേഷൻ വന്നാലാണ് സ്കൂളുകളിൽ ആ കുട്ടികളെ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. എന്നാലും USS ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക് അവർക്ക് ഇപ്പോഴേ തയ്യാറാവാം. 2 കുട്ടികൾക്കും ന്യൂമാത്സിന്റെ കുട്ടികൾക്കും തയ്യാറാം. അപ്പൊ ഇതിൽ പലതും ന്യൂമാത്സിന്റെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സ്കോളർഷിപ്പ് എഴുതുന്ന കുട്ടികളോട് പറയുന്നത് ന്യൂമാത്സിന്റെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടുമോ അത് കളക്ട് ചെയ്ത് വെക്കണം. കാരണം കുറച്ചുകൂടി ഹയർ ലെവൽ ചോദ്യങ്ങളാണ് അതിൽ ഉണ്ടാവുക. 6ാം ക്ലാസ്സിലെ ചോദ്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് സത്യത്തിൽ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ചെയ്യാൻ പ്രയാസമുള്ള ചോദ്യങ്ങളാണ് അധികവും വരിക. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യങ്ങൾ കിട്ടുമെങ്കിൽ ശേഖരിച്ച് വെക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കളക്ട് ചെയ്തിട്ട് ഒരു ശേഖരമാക്കി നിങ്ങൾ വെക്കേണ്ടതാണ്. ശരി, നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഒന്ന് വായിച്ച്. How many factors in 10 raised to 10? 10 raised to 10 എത്ര ഘടകങ്ങൾ ഉണ്ട്? 10 raised to 10 എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഇത് കഴിഞ്ഞ മുമ്പിലത്തെ വർഷം USSന് ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യം NMMSക്കാരോട് ചോദിക്കാം, അതുപോലെ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കാം. ഇപ്പോ 5ാം ക്ലാസ്സിലേക്ക് പല സംഭവവും 6ാം ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, അതിലൊക്കെ വരുന്നുണ്ട്. ശരി, 10 raised to 10 എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ സംഖ്യ എടുത്തിട്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഇപ്പൊ 6ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഫാക്ടേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ ആ സംഖ്യ കിട്ടണം. ഇപ്പൊ 1നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടുന്നു. അപ്പൊ 1ഉം 6ഉം 6ന്റെ ഘടകങ്ങൾ എന്നാണ് പറയുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും 1ഉം അതേ സംഖ്യയും ഒരു സംഖ്യയുടെ ഘടകമായിരിക്കും. അത് മനസ്സിലാക്കുക. ഇനി 6ന് വേറെ 2 ഘടകങ്ങളാണ്. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടുന്നു. ഇപ്പൊ 3 2 6. ഈ 6ന് ഇപ്പൊ മൊത്തം 4 ഘടകങ്ങളാണ് ഉള്ളത്. 12ന്റെ ഘടകങ്ങൾ നോക്കൂ നിങ്ങൾ. 12ന്റെ ഫാക്ടേഴ്സ് 1 12, 2 6, 3 4. ഇതൊക്കെ 12ന്റെ ഘടകങ്ങളാണ്. 1നെ 12 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടുന്നു. 2നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 12 കിട്ടുന്നു. 3നെ 4 കൊണ്ട് ഗുണിച്ചാലും 12 കിട്ടുന്നു. ഇനി 12ഉം 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 തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ്? ഉണ്ടോ? ചോദ്യം വന്ന് ഞാൻ ഹയർ ലെവലിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ചോദ്യം നിങ്ങൾക്ക് തന്ന് പിന്നെ കുറച്ചുകൂടി അങ്ങ് കയറ്റി പോവുകയാണ്. 12നെ 3 പ്രാവശ്യം ഗുണിച്ചാൽ എത്രയാണ്? 1728.
1728 അത് നമ്മൾ പറയും 12ന്റെ ക്യൂബ് എന്നാണ് പറയുക. അപ്പൊ 12ന്റെ ക്യൂബ് 12⁻³ എന്ന് പറയും, റേസ്ഡ് ടു 3. അപ്പൊ ഇവിടെ 1728 എന്ന് പറയാൻ 12 വരെയുള്ള ക്യൂബിക് നമ്പർ പഠിച്ചു വെക്കൽ നിർബന്ധമാണ് ഈ NMMSC കുട്ടികൾ. അപ്പൊ ഇവിടെ അതല്ല നമ്മുടെ പ്രശ്നം. ഈ 12ന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 1, 2, 3, 4, 5, 6 ഘടകങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. അതേ സമയത്ത് 72ന് എത്ര ഘടകം ഉണ്ടെന്ന് വെച്ചാലോ, ഹൗ മെനി ഫാക്ടേഴ്സ് ഇൻ 72? അതിന് നിങ്ങൾക്ക് മാർഗം, അന്നേരമാണ് നമ്മൾ ഫാക്ടറൈസേഷനിലേക്ക് പോകുന്നത്, ഘടകക്രിയ ചെയ്യുന്നതിലേക്ക് പോകുന്നത്. 6ാം ക്ലാസ്സിലാണ് ഘടകക്രിയ ചെയ്യുന്ന കാര്യം, ഫാക്ടറൈസേഷൻ ശരിക്കും വരുന്നത്. അപ്പൊ ഞാനത് 5ാം ക്ലാസ്സിലേക്ക് ചില ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് വരും. അപ്പൊ 72ന് ഇതേപോലെ എത്ര ഘടകം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 72ന് എന്ത് ചെയ്യുന്നു? ഫാക്ടറൈസ് ചെയ്യും. ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് പ്രൈം നമ്പേഴ്സ് ആണ്. 2, 3, 5, 7 ഇത് തന്നെ എടുത്താൽ മതി ആദ്യത്തെ. അപ്പൊ 72 ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 72ന്റെ പകുതിയായ 36 കിട്ടി, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 18 കിട്ടി, 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9 കിട്ടി, 9നെ അടുത്ത ഏത് പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട്. അപ്പൊ ഒരു 3 എന്ന പ്രൈം നമ്പർ വന്നു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അധികം മുന്നോട്ട് പോകണ്ട, അവിടെ അവസാനിപ്പിക്കാം. ഇവിടെ 2 ഉപയോഗിച്ചിരിക്കുന്നത് 3 തവണയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2⁻³ ഇൻറ്റു 3 ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എത്ര തവണയാണ്? 1 തവണ. 3 എത്ര തവണ ഉപയോഗിച്ചു? 1 തവണ. 1 തവണ അല്ല, അടിയിലത്തെ 3 എന്താ ഇനി വെറുതെ ചാടിക്കളന്ന്? അടിയിലത്തെ 3 എടുക്കണം. എത്ര തവണ ഉപയോഗിച്ചു? 3 തവണ. അപ്പൊ 3⁻² എഴുതുക. ഈ 2⁻³ എന്ന് പറഞ്ഞാൽ 8 ആണെന്ന് നിങ്ങൾക്കറിയാം. 3⁻² എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് നിങ്ങൾക്കറിയാം. 2 3 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 8, 3 2 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 9. 9നെ 8 കൊണ്ട് ഗുണിച്ചാൽ 72 കിട്ടും. അപ്പൊ ഇവിടെ കാര്യം നടന്നു. പക്ഷേ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ്, ഈ പവർ 2⁻³ പറഞ്ഞാൽ 2ന്റെ പവർ ആണ് 3. ആ പവറിന്റെ കൂടെ ഒരു +1 ഇട്ട് കൊടുക്കുക. 3⁻² എന്ന് പറഞ്ഞാൽ 3ന്റെ പവർ ആണ് 2. അപ്പൊ അവിടെ ഒരു +1 ഇട്ട് കൊടുക്കുക. അപ്പൊ 3 1 4, 2 1 3, 4 × 3 12 ഘടകങ്ങളാണ് ഏതിനുള്ളത്? 72-നുള്ളത്. 72 12 ഘടകങ്ങളാണുള്ളത്. ഇനി ഈ 12 ഘടകങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 12 ഘടകങ്ങൾ ഓരോന്നോരോന്ന്. 1 × 72, 2 × 36, 3 × ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഞാൻ അങ്ങോട്ട് പറയണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയണം. 3 × എത്രയാണ്? 72. 18 കൊണ്ട് 3 കൊണ്ട് ഗുണിച്ചാൽ 72 കിട്ടില്ല. ഇവിടെ കിട്ടില്ല, അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. 24. 24 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും, അത് ശരിയാ. 24. ഇനി 4 × അവിടെ എനിക്കൊരു എളുപ്പമാർഗം പോലെ 2നെ 36 കൊണ്ട് ഗുണിക്കുന്നവരും 2 4 ആയപ്പോൾ 36 പകുതിയാക്കിയാൽ മതി. 18. അവിടെ റെഡി. ഇനി 6 × 3 24 ആകുമ്പോൾ 6നെ 23 കണ്ടുപിടിക്കുക. ഇനി അത് ഉണ്ടോ വരാൻ? 8 × 9. സ്പീഡില്ല, 9. അപ്പൊ ഇവിടെ 72ന്റെ ഫാക്ടേഴ്സ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പകരമാണ് നമ്മൾ ഫാക്ടേഴ്സ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പൊ വലിയ സംഖ്യ അങ്ങനെയൊക്കെ പോകണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഇവിടെ നമുക്ക് 72ന്റെ ഘടകങ്ങൾ എണ്ണി വെക്കും. 1 2 3 4 5 6 7 8 9 10 11 12. 72 എത്ര ഘടകങ്ങളുണ്ട്? 12 ഘടകങ്ങൾ. പക്ഷേ അതൊക്കെ ചോദ്യമൊക്കെ ഇപ്പം വരില്ല.
കാരണം അതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ളത് തോന്നി തുടങ്ങി. അപ്പോഴാണ് ഇത് ലേശം ഒന്ന് വലുതാക്കി ഈ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നത്. 10⁻10 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 10നെ 10 പ്രാവശ്യം എഴുതി ഗുണിക്കുകയാണ്. 1 കഴിഞ്ഞാൽ 10 0 വരുന്ന സംഖ്യ. 10⁻2 എന്ന് പറഞ്ഞാൽ 10നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു, അത് 100ആണ്. 1 കഴിഞ്ഞാൽ 2 0. 10⁻3 എന്ന് പറഞ്ഞാൽ 10നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു, അവിടെ 1 കഴിഞ്ഞാൽ 3 0. ഇപ്പൊ 10⁻10 എന്ന വലിയ സംഖ്യ, ആ സംഖ്യയുടെ ഫാക്ടേഴ്സ് എത്ര ഉണ്ട് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ഈ 10⁻10 ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് താഴെ കാണുന്ന 10നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈം നമ്പറിന്റെ ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ് 10നെ പ്രൈം നമ്പറിന്റെ മൾട്ടിപ്ലൈ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുക? 2 × 5. 2 × 5. 2 × 5. അപ്പൊ നമുക്ക് 2 × 5 എന്ന് ഇങ്ങനെ പ്രൈം നമ്പറിന്റെ മൾട്ടിപ്ലൈ എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ടോ ഈ പവർ ആയ 10, ആ 10 എടുത്തിട്ട് ഇതിന്റെ മേലെ എഴുതുക. ഇനി 2 × 5 എന്നൊക്കെ പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന എണ്ണസംഖ്യകളാണെങ്കിൽ അവയ്ക്കൊരു പവർ ഓൾറെഡി ഉണ്ട്. അത് സാധാരണ എഴുതാറില്ല, പക്ഷെ നമുക്കിപ്പോൾ അവിടെ എഴുതി കൊടുക്കാം, എന്നാലും ക്ലിയർ ആവും. അപ്പൊ 2⁻1 5⁻1 ആണല്ലോ ഇതൊക്കെ. ഇവിടെ നമുക്ക് നിങ്ങൾ പഠിച്ച അല്ലെ പഠിക്കാൻ പോകുന്ന ഒരു കൃത്യങ്ക നിയമമുണ്ട്, ആ നോക്കിയോളൂ. a⁻m all raised to n is equal to a⁻m into n or mn. ഈ മൂന്നാമത്തെ ലോ ഓഫ് എക്സ്പോണന്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് 2⁻2 ഒരു 10 ഇൻറ്റു 5⁻1 ഒരു 10. അപ്പൊ 2ന്റെ പവർ 10ഉം 5ന്റെ പവർ 10ഉം കിട്ടും. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? 1 കൂട്ടി +1 കൊടുത്തു, ഇവിടെയും +1 കൊടുത്തു. 10 1 11. 11 ഇൻറ്റു, അത് കോഡ് കാണുന്നതെന്ന് എനിക്കറിയില്ല, ഇപ്പോഴേ കാണുന്നുണ്ടോ? 11 ഇൻറ്റു 10 1 11. 11 × 11 എത്രയാണ്? 121. അപ്പൊ നമ്മളെ ആൻസർ റെഡിയായി, 121. ഇത് മനസ്സിലാകാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. മക്കളെ രാവിലെ എഴുന്നേൽക്കുക, പഠിക്കുക. ക്ലാസ് ഉള്ള സമയത്തായാലും ഇല്ലാത്ത സമയത്തായാലും രാവിലെ എഴുന്നേൽക്കുന്നത് ശീലമാക്കുക. സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റും നല്ല മാർക്ക് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റും ഞങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവരൊക്കെ അതിരാവിലെ ഉണർന്ന് പഠിക്കുന്ന കുട്ടികളായിട്ടാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളും അതിന് തയ്യാറാവുക. പറഞ്ഞുതരുവോ? എങ്ങനെ? ഇതൊന്നും കൂടി പറഞ്ഞുതരുവോ? റസീദ ബേബി. എന്താ മോളെ പേര്, യഥാർത്ഥ പേര്? ഐഷാസന. ഐഷാസന. ധ്യാന, നമുക്കൊന്ന് ഇടപെട്ടിന്ന് പറഞ്ഞു കൊടുക്കാമോ? ഓക്കെ സർ. Yes. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന 10⁻10 എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 10 ഒരു പ്രൈം നമ്പർ അല്ല, അതുകൊണ്ട് പ്രൈം നമ്പർ കണ്ടുപിടിച്ചിട്ടാണ് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് നമ്മൾ 10⁻10 എന്നുള്ള പ്രൈം നമ്പേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 2 × 5. 2 പ്രൈം നമ്പർ ആണ്, 5 പ്രൈം നമ്പർ ആണ്. അപ്പൊ 2 × 5 ഹോൾ റേസ് ടു 10 നമ്മൾ എഴുതണം. 2നും ഒരു പവർ ഉണ്ട്, 5നും ഒരു പവർ ഉണ്ട്. 2ന്റെ പവർ 1 ആണ്, 5ന്റെ പവർ 1 ആണ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ. അപ്പൊ 2⁻1 × 10 എഴുതാം. അപ്പൊ 2⁻1 × 10 2⁻10 ആണ്. 5⁻1 × 10 എന്ന് പറയുന്നത് 5⁻10 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2⁻10 × 5⁻10 നമുക്ക് കിട്ടി. അത് ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് നമുക്ക് കിട്ടിയ പവറിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. 2⁻10ന്റെ കൂടെ 1 ആഡ് ചെയ്യുക, 5⁻10ന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പം 11 × 11 ആണ്. പവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 × 11 കിട്ടുന്നു. 11ന്റെ സ്ക്വയർ, അതായത് 11 × 11 എന്ന് പറയുന്നത് 121 ആണ്. അപ്പോൾ 10⁻10ന് 121 ഫാക്ടേഴ്സ് ഉണ്ട്.
വരുന്നുണ്ട്. Can you hear me? Yes, sir. Why should we add 1 here? Sir, 1 എല്ലാത്തിന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നോണ്ട് 1 ആഡ് ചെയ്തു. 1 എല്ലാ സംഖ്യയുടെയും ഫാക്ടർ ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ 1 ആഡ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ചോദ്യം ചോദിച്ച കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചോദ്യം കൂടിയും പരിചയപ്പെടുത്തുകയാണ്. മറ്റുള്ള കുട്ടികൾക്ക് ചോദ്യം കേട്ട് കേട്ട് തന്നെ ഇത് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോ 12⁻4 എത്ര ഘടകം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ 4ന്റെ കൂടെ +1 ഇട്ടരുത്, 5 ഘടകം ഒന്നും എഴുതാൻ പാടില്ല. കാരണം 12 is a composite number. അത് പ്രൈം നമ്പർ അല്ല, അത് ഭാജ്യസംഖ്യയാണ്. അതായത് പ്രൈം നമ്പർ അല്ലാത്ത 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യയാണ് നമ്മൾ എന്താ പറയുന്നത്, വിഭാജ്യ സംഖ്യ അല്ലെങ്കിൽ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ 12നെ നിങ്ങൾ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. തുടക്കത്തിലേക്ക് 4×3 എന്ന് എഴുതാം, പക്ഷെ അവിടെ ചെറിയ പ്രശ്നമുണ്ട്, 4 പ്രൈം നമ്പർ അല്ല എന്നുള്ള കാര്യം. എന്നാലും 4×3 എന്ന് എഴുതിയിട്ട് മനസ്സിലാണ്ടിട്ട് 4×3 all raised to 4 എന്ന് എഴുതുന്നു. ഇവിടെ ചെറിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 4നെ വീണ്ടും അങ്ങ് സ്പ്ലിറ്റ് ചെയ്തേക്കുക. 2×2 എഴുതുന്നതിന് സുഖം 2×2 എന്ന് എഴുതുന്നതാണ്. 2×2 എന്ന് എഴുതുക. ഇൻറ്റു 3 എന്ന് പറയാൻ 3×1 എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തു നോക്കൂ. അങ്ങനെ കൊടുക്കുമ്പോൾ 2 ഇൻറ്റു ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ പുറത്ത് 4 ഉണ്ടല്ലോ, എന്തായാലും ഈ പുറത്തുള്ള 4 നമ്മൾ എന്തായാലും എഴുതണമല്ലോ. ഇവിടെ 12×4 പകരം 2×2 3×4 എന്ന് എഴുതിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2×2 ഇൻറ്റു 3 all raised to 4 എന്ന് എഴുതുന്നു. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ഞാൻ ഒറ്റ മിനിറ്റ് ഇത് ഈ 2 കൊണ്ട് വായിച്ചത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2×2 × 4 8 ഇൻറ്റു 3×1×4 4 ഇങ്ങനെ മാറ്റണം. ഈ പറഞ്ഞ 12×4 എന്ന് പറഞ്ഞാൽ 12 4 പ്രാവശ്യം എഴുതി ഗുണിക്കുന്ന ഒരു സംഖ്യയാണ്. അതിന്റെ അതേ ഉത്തരം തന്നെയായിരിക്കും 2×8 3×4 ചെയ്താൽ കിട്ടുക. പക്ഷെ നമുക്ക് ആവശ്യം ഇത് പ്രൈം നമ്പർ ആക്കണം, ഈ ബേസ്. അതാണ് നമ്മൾ പ്രശ്നം. ഇനി നമുക്ക് അങ്ങനെ കിട്ടിയതിന് ശേഷം ഇവിടെ +1 ഇട്ട് കൊടുക്കുന്നു, +1 ഇവിടെയും +1. അങ്ങനെ 8 × 1 9, 4 × 1 5. 9 × 5 എത്രയാ? 45. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഈ 12×4 45 ഘടകങ്ങളാണ് ഉള്ളത്. അപ്പം ഇതിന്റെ കാര്യങ്ങൾ വീണ്ടും എടുക്കും. അതുകൊണ്ട് മനസ്സിലാക്കാത്ത കുട്ടികൾക്ക് ഒന്ന് വീഡിയോ നോക്കുക, നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരും. പിന്നീട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് അറിയാലോ, ആ നമ്പറിൽ വിളിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില കുട്ടികൾക്ക് വേഗം മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഞാൻ പറഞ്ഞു തരും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ആ ചോദ്യം ഒന്ന് വായിച്ച ഒരാൾ. If the lines A, B and CD extend to meet at a point, what will be the angle at the point? A, B, C, D എന്നീ വരകൾ ഒരു ബിന്ദുവിൽ സംഗമിക്കുന്നത് വരെ നീട്ടി വരച്ചാൽ ആ ബിന്ദുവിന്റെ കോണത്ര? മുഹമ്മദ് റസ്ദാൻ ഒന്ന് വായിച്ച ചോദ്യം. If the lines AB and CD extended to meet at a point, what will be the angle at that point? AB, CD എന്നീ വരകൾ ഒരു ബിന്ദുവിൽ സംഗമിക്കുന്നത് വരെ നീട്ടി വരച്ചാൽ ആ ബിന്ദുവിലെ കോണത്ര? അപ്പൊ എന്റെ ചോദ്യം മുഹമ്മദ് റസ്ദാൻ, അവിടെ 2 കോണുകളുടെ അളവുകൾ തന്നിട്ടുണ്ടല്ലോ. Yes, sir. അതേതൊക്കെയാണ്? 94, 96. 94ഉം 96ഉം. പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ ഇതെന്തായാലും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കുറെ അങ്ങോട്ട് എത്തിയാൽ ഇത് കൂട്ടിമുട്ടും, അത് ഉറപ്പാണ്. അതാണ് അവർ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ ആംഗിൾ എത്രയാണെന്നാ ചോദിക്കുന്നത്.
കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാം. ആർക്കെങ്കിലും കിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം വിളിച്ചു പറയാം. ഇതാ ഇത് ഇങ്ങോട്ട് അങ്ങ് പോവുകയാണ് മുന്നോട്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെയാണ് പോവുക. ഒന്ന് ഈ ഭാഗത്തേക്കും ചെരിയും, ഒന്ന് ഇങ്ങോട്ടും ചെരിയും. അങ്ങനെ പോകുമ്പോൾ ഇത് ഇവിടെ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? ഹരിനന്ദൻ സാർ എത്രയായിരിക്കും? കിട്ടിയില്ല സാർ, ഒരു മിനിറ്റ്. കൂട്ടിമുട്ടി നോക്കുകയാണോ? മുന്നോട്ട് പോയി കൂട്ടിമുട്ടി നോക്കിയിട്ട് അളന്ന് നോക്കുകയാണോ? ആർക്കെങ്കിലും കിട്ടിയോ? 22 ഡിഗ്രി ആണോ? ഉണ്ടാവില്ലേ? ഇതാ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ 10 ഉണ്ടാവും. ആർക്കെ 10 കിട്ടിയിട്ടുണ്ടോ? 10. ഈ 10 എങ്ങനെയാ കിട്ടിയത്? 94ന്റെ സാറേ ലീനിയർ പെയറിൽ 94ഉം 96ഉം കുറച്ചിട്ട് ട്രയാങ്കിളിന്റെ എത്തുക. മനസ്സിലായില്ല സർ. 94ന്റെ ലീനിയർ പെയർ എന്ന് പറയുന്നത് 86 ആണ്. 96ന്റെ ലീനിയർ പെയർ എന്ന് പറയുന്നത് 84 ആണ്. 86 ആണ്. ആദ്യം ഞാൻ എഴുതട്ടെ. പിന്നെ 96ന്റെ ലീനിയർ പെയർ 84 ആണ്. ഇത് 84 ആണ്. അതുകൊണ്ട് എന്താ പ്രശ്നം? പിന്നെ സം ഓഫ് ഓൾ ദ 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് 180. അപ്പം 86 പ്ലസ് 84 170 കിട്ടി. എന്നിട്ട് 180 170 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 10 കിട്ടി. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 10 ആവുന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഇതല്ലാതെ വേറെ ഏതെങ്കിലും മാർഗത്തിൽ 10 കിട്ടിയവരുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം ശ്രദ്ധിച്ച, ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചോളെ. ഈ 94 96 കൂടി ആഡ് ചെയ്ത് എത്രയാണ്? 190. 190യിൽ നിന്ന് 180 കുറച്ച് എത്രയാ? 10. അങ്ങനെയും 10 കിട്ടുന്നുണ്ടല്ലോ. മനസ്സിലായില്ല? അങ്ങനെയും 10 കിട്ടുന്നുണ്ട്. അതായത് ഒരു കാര്യം ശരിയാണ്, ലീനിയർ പെയർ കണ്ടുപിടിച്ചത് 86ഉം 84ഉം കണ്ടുപിടിച്ചു. അപ്പുറത്തത് ആ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 170 ആണ് കിട്ടുന്നത്. അത് ശരി. ആ 170യിൽ നിന്ന് 180ലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തായാലും എത്രയായിരിക്കണം? 10 ആയിരിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചു. അതൊരു മാർഗം. എന്റെ ഈ മാർഗത്തിന് നിങ്ങൾ വിശദീകരണം തരണം. ഈ 94ഉം അതേപോലെ 96ഉം കൂടി ഞാൻ ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് 190 കിട്ടി. ആ 190യിൽ നിന്ന് 180 കുറച്ചതിന്റെ യുക്തി എന്താണ്? 10. ആ 190യിൽ നിന്ന് 180 കുറച്ചപ്പോൾ എനിക്ക് 10 കിട്ടി. അതിന്റെ യുക്തി എന്തായിരിക്കും? സാർ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടില്ല. ഏതായാലും ഇത് മനസ്സിലായോ? 86 84 കൂടി കൂട്ടിയിട്ട് 10 കണ്ടുപിടിക്കുന്ന മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി. ഓക്കെ. അപ്പൊ മറ്റേ യുക്തി എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കുമെന്ന്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്. യെസ്, ആ ചോദ്യം ഒന്ന് വായിച്ചാ ഹരിനന്ദ്. Sum of 10 consecutive odd number is 500. What is the sum of next 10 consecutive odd numbers? തുടർച്ചയായ 10 ഒറ്റസംഖ്യകളുടെ തുക 500. തുടർന്ന് വരുന്ന 10 ഒറ്റസംഖ്യകളുടെ തുക എത്ര? ആണ് ചോദ്യം. തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ തുക 500, 500. തുടർന്ന് വരുന്ന 10 ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിചയമില്ലെങ്കിലും വെറുതെ ഒരു 2 ഒറ്റ സംഖ്യ കൂട്ടി വെക്കുക. 1 + 3 4. അത് 2ന്റെ സ്ക്വയറാണ്. 2 എണ്ണം കൂട്ടിയപ്പോ. അപ്പൊ ഇനി വെറുതെ 3 മുതൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. 3 + 5 + 7. ഇവിടെ തുടർച്ചയായ 3 ഒറ്റസംഖ്യകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്.
സ്റ്റാർട്ട് ചെയ്തത് 3 എന്നാണ്. സ്റ്റാർട്ട് ചെയ്തതിൽ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഇത് 7, 5, 12, 3, 15 കിട്ടുക. തുടർന്ന് വരുന്ന 3 എണ്ണം, ഇത് 3 എണ്ണാണെങ്കിൽ തുടർന്ന് വരുന്നത് 3 എണ്ണം എടുക്കുക. അപ്പൊ 7 കഴിഞ്ഞാൽ അടുത്ത് 9 ആണ്. 9, 11, 13. ഇത് കൂട്ടിയാൽ എത്രയാണ്? ഈ 33 ആണ് നമുക്ക് കിട്ടിയത്. ഈ 15ഉം 33 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 18. അപ്പം 18 ആണ് 15ഉം 33 തമ്മിലുള്ള വ്യത്യാസം. ഈ 15ന്റെ കൂടെ 18 കൂട്ടിയിട്ടാണ് ഇത് കിട്ടിയത്. ഈ 18 ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കിക്കോളൂ. ഇവിടെ 3 എണ്ണമാണെങ്കിൽ 3ന്റെ സ്ക്വയർ എടുക്കുക. ആരോ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്, ഓഫ് ചെയ്യാം. 3ന്റെ സ്ക്വയർ 9 ആണ്. ആ 9ന്റെ ഇരട്ടി 18 ആണ്. ഞാൻ വേറൊരു പ്രോബ്ലം കൂടി എഴുതി കാണിച്ചെങ്കിൽ വേഗം മനസ്സിലാവും. ശ്രദ്ധിച്ചോളൂ. വേറൊരു ചെറിയ പ്രശ്നം കൂടി കാണിക്കാം, ശ്രദ്ധിക്കുക. ഇവിടെ മറ്റൊരു പ്രോബ്ലം. 5 + 7 + 9 + 11. ഇത് കൂട്ടിയാൽ എത്രയാണ്? 32. ഇനി കൂട്ടി നോക്കാതെ നിങ്ങൾ പറയണം 13 + 15 + 17 + 19 എത്രയാണെന്ന് ഇത് കൂട്ടി നോക്കാതെ നിങ്ങൾക്ക് പറയാൻ കഴിയണം. അതിന് ഈ 32ന്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഇവിടെ 4 സംഖ്യകളാണ്. 1, 2, 3, 4. ആ 4ന്റെ സ്ക്വയർ എടുക്കുക. 16. 16ന്റെ ഇരട്ടി എത്രയാണ്? 32. 32 ഇതിന്റെ കൂടി കൂട്ടുക. അപ്പൊ നമുക്ക് 64 കിട്ടുക. ഇനി ഇത് കൂട്ടിയാലും നിങ്ങൾക്ക് 64 കിട്ടേണ്ടത്. 9, 16, 21, 24, 64 കിട്ടുക. ഇനി ഏത് സംഖ്യ ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റും. 10 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് 500 ആണെങ്കിൽ തുടർന്ന് വരുന്നത് കണ്ടുപിടിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 10ന്റെ സ്ക്വയർ ആയ 100. 10ന്റെ സ്ക്വയർ ആയ 100, അതിന്റെ ഇരട്ടി എത്രയാണ്? 200. 200. ആ 200 ഏതിന്റെ കൂടെ കൂട്ടിയാൽ മതി? 500. 500ന്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പം 500ന്റെ കൂടെ 200 കൂട്ടിയാൽ എത്രയാ? 700. എത്രയാണ്? 700. അപ്പം നമ്മുടെ ഉത്തരം റെഡിയായി, 700. അപ്പം ഇത്തരം ചോദ്യം വന്നാൽ പരിചയമുള്ളതല്ലെങ്കിൽ ചെറിയ ചോദ്യം വെച്ചിട്ട് പരിചയമുള്ളതാക്കി നിങ്ങൾ മാറ്റിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് സ്കോളർഷിപ്പിന്റെ കുട്ടികൾ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഒന്ന് വായിച്ച്. The area of PQRS RTFE is 125 square centimeter each. What is the area of angle QEF? ഓക്കെ, കണ്ടുപിടിച്ചോളൂ. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് QEF ആണ്. QEFന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ QF, ആ QFന്റെ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ മട്ടത്രികോണമാണ്. ഈ മട്ടത്രികോണത്തിന്റെ ഏരിയ എത്രയാ നിങ്ങൾ കണ്ടെത്തണം. അതിന് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ ഒരു സ്ക്വയറിൻ്റെതും ഈ ഒരു ചെറിയ സ്ക്വയറിൻ്റെതും തന്നിട്ടുണ്ട്. ഇത് 121 തന്നിട്ടുണ്ട്, ഇത് 25 തന്നിട്ടുണ്ട്. കണ്ടുപിടിച്ചോളൂ.
കണ്ടുപിടിച്ചോ? സാറേ 18 ആണോ? 18 ആണോ? കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചെന്ന് പറയാം. cm². അതാരാ 15 പറഞ്ഞത്? 15 പറഞ്ഞാല് പേര് പറ. പേരില്ലേ? 15 ശരിയാണ്. 18 ആരാ പറഞ്ഞത്? ഫാത്തിമ റിത്തൂർ. ഓക്കെ. അപ്പൊ 18 പറഞ്ഞ ഫാത്തിമയാണ്. 18 അല്ല, 15 പറഞ്ഞാണ് ഫാത്തിമ അല്ലേ? ശരി. എത്രയാണ് നമ്മുടെ ഉത്തരം വരുന്നത്? 15. 15. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. അത് എത്ര തന്നത്? 121. 121. ഇതൊരു സ്ക്വയർ ആണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സമചതുരമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ് എത്ര ഉണ്ടാവും? 11 സെന്റിമീറ്റർ. അതെങ്ങനെയാ 11 കിട്ടി? 121ന്റെ റൂട്ട് സ്ക്വയർ റൂട്ടാണ്. അപ്പൊ ഇത് 11 ആണ്. അപ്പൊ ഇത് 11. ഇനി ഇതിന്റെ തന്നിട്ടുണ്ടല്ലോ, അത് എത്രയാ? 25 സെന്റിമീറ്റർ സ്ക്വയർ. 25. 25ന്റെ റൂട്ട് എത്രയാണ്? 5. 5. അപ്പം ഇവിടുന്ന് ഇവിടം വരെ 5 ആണെന്ന് മനസ്സിലായി. ഇവിടെ ഒന്നിച്ച് 11 ആണെന്ന് മനസ്സിലായി. ഇത് എത്ര ഉണ്ടാവും? 6. അപ്പം അത് 6ഉം ഇനി ഇവിടുന്ന് ഈ വശത്തേക്കുള്ള നീളം 5ഉമാണ്. ഈ ത്രികോണത്തിന്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ഡിവൈഡ് ബൈ 2. ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ബൈ 2. ഹാഫ് BH. അത് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചു. ഹാഫ് BH. ഓക്കെ. അപ്പൊ ഇവിടെ ഇത് മാത്രം ഞാൻ ഇങ്ങോട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ, ഇത് മാത്രം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇതാ അവിടെ വരുന്ന ഈ ഒരു അളവ് 6 ആണെന്ന്. കാരണം മൊത്തം 11 ആയതുകൊണ്ട് നേരത്തെ 5 അവിടെ പോയി കഴിഞ്ഞാൽ ഇത് 6 ആണെന്നും ഇവിടെ ഓൾറെഡി നമുക്ക് 5 കിട്ടിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന 1/2 × 6 × 5 എന്ന് കൊടുക്കാം. ഈ 6 × 5 30. 30യുടെ പകുതി ഏതൊരു സംഖ്യയും അര കൊണ്ട് ഗുണിച്ചാൽ എന്താ സംഭവിക്കുക? ഗുണിച്ചാൽ എന്താ സംഭവിക്കുക? അതിന്റെ ഹാഫ് അതിന്റെ ഹാഫ് കിട്ടും. ഇനി ഞാൻ നിങ്ങളോടൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. എന്താ കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ, 120 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 60. വെരി ഗുഡ്. ഇനി അടുത്ത കുസൃതി ചോദ്യം, 120 ഡിവൈഡഡ് ബൈ 1/2 എത്രയാണ്? 60. അതെങ്ങനെയാവും? 240. അതെങ്ങനെ? ഇത് 60, അത് ഞാൻ സമ്മതിച്ചു, ഒരു മാർക്ക് കിട്ടി. പക്ഷെ ഇതെങ്ങനെ? ഇതും എങ്ങനെ 60 ആവും? ആവില്ലല്ലോ. 30. അപ്പൊ അവിടെ 240. ഇവിടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെറിയൊരു സംഭവം പറയാം. എന്റെ കൈവശം 120 കിലോ ചായപ്പൊടി ഉണ്ടെന്ന് വിചാരിക്കുക. അതൊരു സാക്കിൽ ഞാൻ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാണ്. എത്ര കിലോ ഉള്ളത്? 120 കിലോ. ആ 120 കിലോ ചായപ്പൊടി ഞാൻ ഓരോ കിലോയുടെ ചെറിയ ചെറിയ പാക്കറ്റ് ആക്കുന്നു. അപ്പൊ എത്ര പാക്കറ്റുകൾ ഉണ്ടാവും? 120 20 പാക്കറ്റ് ഉണ്ടാവും.
ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. ഒറ്റ കുട്ടി മാത്രം ഒന്ന് മുന്നോട്ട് പോകാം. ഞാൻ ചോദിക്കുന്ന മറുപടി പറയാൻ തയ്യാറ്. നമുക്ക് ഏതെങ്കിലും കുട്ടി ആയിരുന്നേ ഒന്ന് മറുപടി പറയാൻ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി തയ്യാറാവുമോ? ശരി സാർ. യെസ്. 120 കിലോ ചായപ്പൊടി വലിയൊരു ചാക്കിൽ ഞാൻ നിറച്ചു വെച്ചു. അത് ഞാൻ ചെറിയ ചെറിയ ഓരോ കിലോയുടെ ചെറിയ ചെറിയ പാക്കറ്റാക്കി. അപ്പൊ എത്ര പാക്കറ്റ് ഉണ്ടാവും? 120 പാക്കറ്റ്. അപ്പൊ എനിക്ക് തോന്നി അതൊന്നും ചെലവാകുന്നില്ല. ഞാൻ അതെന്ത് ചെയ്തു? പകരം 1/2 കിലോയുടെ പാക്കറ്റാക്കി. എന്ന് പറഞ്ഞാൽ 500 ഗ്രാമിന്റെ പാക്കറ്റാക്കി. 1/2 കിലോ എന്ന് പറഞ്ഞാൽ 500 ഗ്രാം ആണല്ലോ. ഈ 500 ഗ്രാമിന്റെ ചെറിയ ചെറിയ പാക്കറ്റാക്കി. അങ്ങനെ ആകുമ്പോൾ എത്ര പാക്കറ്റ് ഉണ്ടാവും? 240. അപ്പൊ ഉണ്ടോ? അപ്പോൾ 120നെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120ന്റെ ഇരട്ടിയാ വരിക. അത്രയാ? 240. അപ്പൊ അതുകൊണ്ടാണ് ആ കഥ പറഞ്ഞത് കേട്ടോ. ശരി, അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ആവാത്തവർക്ക് എന്നെ വിളിക്കാം. ഞാൻ അതിന്റെ റെക്കോർഡ് ചെയ്ത കാര്യം നിങ്ങൾക്ക് അയച്ചു തരും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ചോദ്യം വരുമ്പോഴും അതിന്റെ അടിയിലുള്ള ഒരു ചോദ്യത്തിന് അതിന്റെ ആൻസർ നിങ്ങൾ യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്യണം. ഞാൻ ഇവിടുന്ന് നോട്ട് ചെയ്യും ഏത് ഐ ഡി എന്നാണ് കുട്ടികൾ കമന്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതായാലും അറിയാത്തതായാലും ഒക്കെ കമന്റ് ചെയ്യാം. ഓക്കെ, 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഒരാൾക്ക് വായിക്കാം. The average first n odd number is n. What is the average of the first n even number? The average of first n odd number is n. What is the average of first n even numbers? നല്ല ചോദ്യമാണ്. n+1 ആയിരിക്കും. ഇതിന്റെ ഉത്തരം n+1 ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയണം. എന്നാ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വേണ്ട, ആർക്കും വേണ്ട. എക്സ്പ്ലെയിൻ ചെയ്യണ്ട, മുന്നോട്ട് പോകാം. ഓക്കെ, ആർക്കും സംശയമില്ല? അതിലെ മിണ്ടണ്ടേ. ഉണ്ട് എന്ന് പറയുന്ന കുട്ടിയുടെ പേരെന്താ? സംശയം ഉണ്ടെന്ന്. നിഹാൽ. ഞാൻ നോക്കാം മോനെ, ഇങ്ങോട്ടേക്ക്. 1 + 3 + 5 എത്രയാണ്? 9. അപ്പം ഇതിന്റെ ആവറേജ് ആണ് ഈ മിഡിൽ കാണുന്ന സംഖ്യ 3. അത് കണ്ടുപിടിക്കാൻ 2 മാർഗങ്ങൾ, 2-3 മാർഗങ്ങളുണ്ട്. ഒന്ന്, ഇത് മൊത്തം കൂട്ടിയിട്ട് നമുക്കതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9/3 നടുക്ക് കിട്ടും. മറ്റൊരു മാർഗം, 2 അറ്റത്തുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 5ഉം 1ഉം 6, 6ന്റെ പകുതി 3. ഇങ്ങനെ പല മാർഗത്തിലൂടെയും നമുക്ക് ആവറേജ് കണ്ടെത്താം. നമ്മളോടുള്ള ചോദ്യം ഇതാണ്: ആവറേജ് ഓഫ് 3 കോൺസിക്യൂട്ടീവ്, അല്ലെങ്കിൽ ആവറേജ് ഓഫ് 1, 3 and 5 ഈസ് 3. അങ്ങനെയാണെങ്കിൽ 2 + 4 + 6ന്റെ ആവറേജ് എത്രയായിരിക്കും? നമ്മൾ ചെയ്യുക 6, 4, 10, 12, 12/3 ആണ്. 3 സംഖ്യകളിലുണ്ട്. 12/3 എത്രയാ? 4. ആ 4 ആണ് നമ്മൾ ഈ മിഡിൽ കാണുന്നത്. കണ്ടോ? പക്ഷേ ആവറേജ് ഓഫ് 3 ഓഡ് നമ്പർ ഈസ് 3. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് 3 ഈവൺ നമ്പർ എന്ന് ചോദിച്ചാൽ 3ന്റെ കൂടെ 1 കൂട്ടിയിട്ടല്ലേ 4 കിട്ടുന്നത്? Yes or no? Yes. അപ്പൊ അതിന്റെ ഉത്തരം n+1 ആണ്. അടുത്ത ചോദ്യം നോക്കാം, വായിച്ചോളൂ. What is 8 times of 2 raised to 8? 2 raised to 8ന്റെ 8 മടങ്ങ് എത്ര?
Options are 2/8 മടങ്ങ്. വെരി ഗുഡ്, നല്ല ചോദ്യം. ഒന്നുമില്ല, ഒരു സംഖ്യയുടെ മടങ്ങ് കണ്ടുപിടിക്കാനുള്ള മാർഗം സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. 2/8 8 കൊണ്ട് ഗുണിച്ചാൽ മതി. 2ന്റെ മൾട്ടിപ്പിൾ ആയ സംഖ്യകളെ നമ്മൾ ഗുണിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിനെ 2ന്റെ ഭാഗമാക്കി മാറ്റണം. എങ്ങനെ മാറ്റണം? 2/2/8 ആണ് എഴുതിയിട്ട് ഇൻറ്റു 8നെ നമുക്ക് 2/3 ആക്കി മാറ്റേണ്ടി വരും. 2/3 ആക്കി 8നെ മാറ്റണം. എങ്കിലാണ് ഇവിടെ രണ്ടിടത്തിലും ബേസ് 2 ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് a/m ഇൻറ്റു a/n is equal to a/m plus n എന്ന കൃത്യങ്ക നിയമം ഉപയോഗപ്പെടുത്താം. അത് വരുമ്പോൾ 2/8 + 3 11 ആൻസർ. 2/11 ഇവിടെ കാണുന്നുണ്ട്. അരുന്നുണ്ട്, അതൊന്ന് വിവരിക്കാമോ? അതായത് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് 2/8 8 മടങ്ങാണ്. അപ്പം നമ്മള് 2/8 ഇൻറ്റു 8 എന്ന് എഴുതും. അപ്പോൾ 2/8 ഇൻറ്റു 8 നേരിട്ട് ഗുണിക്കാൻ കഴിയാത്തതിനാൽ 2/8 ഇൻറ്റു 2/3 8നെ 2/3 ആക്കി മാറ്റും. എന്നിട്ട് a/m ഇൻറ്റു a/n a/m plus n എന്ന കൃത്യമായ നിയമം ഉപയോഗിച്ച് 8 + 3 2/11 എന്ന് എഴുതും. അത് ക്ലിയർ ആയിട്ടുണ്ടാവും കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, വായിച്ചോ. The difference of the sum and difference of two number is 44. Which is the least one? What is the least one എന്നാണ്. രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44 എന്നാണ് പറയുന്നത്. രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44. The difference of the sum and difference of two numbers is 44. Which is the least one? Which is the largest one? ഒക്കെ ചോദിക്കാറുണ്ട്. ഇതിന് എളുപ്പമാണ് സംഭവം. ആ 44ന്റെ പകുതി എടുത്താൽ മതി. 44ന്റെ പകുതി എത്രയാ? 22. അപ്പോൾ അതിന്റെ ഉത്തരം 22 ആണ്. ഇനി വലുതോ? ചെറുത് 22 വലുതോ? 22ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. 22ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എത്രയാ? 23. ഇനി ആ സംഖ്യ നമുക്ക് റെഡിയാവുന്നുണ്ടോ നോക്കാം. ചെറിയ സംഖ്യ 22ഉം വലിയ സംഖ്യ 23ഉം തമ്മിൽ കൂട്ടിയാൽ 45. വലിയ സംഖ്യയായ 23ൽ നിന്ന് 22 മൈനസ് ചെയ്താൽ 1. 45ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 44. നിങ്ങൾ എന്താ ആരും ഒന്നും മിണ്ടാത്തത്? 42ൽ നിന്ന് 5ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 44. അപ്പൊ നിങ്ങളോട് ചോദ്യം ഉണ്ടാക്കി നോക്കിക്കോളൂ. ദ ഡിഫറൻസ് ഓഫ് ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 44. ചോദ്യം കണ്ടിട്ട് ബേജാറായതാണ്. അപ്പോൾ ചെറുതേത്? 44ന്റെ പകുതി. വലുതേത്? ആ പകുതിയായ സംഖ്യയുടെ ഒന്ന് കൂട്ടുക. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെറിയ സംഖ്യ എടുത്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. എങ്ങനെ ചെയ്തു നോക്കാം നോക്കിക്കോളൂ. എങ്ങനെയാണ് ചെറിയ സംഖ്യ എടുത്ത് ചെയ്യാൻ? ഒരു സംഖ്യ നമുക്ക് 8 എടുത്തു, അടുത്ത സംഖ്യ 9 എടുത്തു. 9 8 17. 9ൽ നിന്ന് 8 മൈനസ് ചെയ്തു 1. 17ൽ നിന്ന് 1 കുറച്ചാൽ 16. ഞാൻ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. ദ ഡിഫറൻസ് ആൻഡ് ദ സം ഓൺ ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 16. But which is the least one? 8. 16ന്റെ പകുതി. What is the largest one? 9. 9. അപ്പൊ 8 + 1 ഇത്രയുള്ളത്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഏത് സ്കോളർഷിപ്പ് ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. ആ ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന്റെ ഘടന കണ്ടാൽ വിചാരിക്കും എന്തോ വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ പകുതി ആയിരിക്കും ഉത്തരം, ചിലപ്പോൾ ഇരട്ടി ആയിരിക്കും ഉത്തരം. അങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് ആവൃത്തി പോലെയുള്ള ചോദ്യങ്ങൾക്ക് അങ്ങനെയാ വരാറ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, വായിച്ചോ. Find the missing number. First figure 108,
24, 9. Second figure, 84, 28, 6. Third figure, 64-4. ഇവിടെയാണ് ഏത് നമ്പറാണ് മിസ്സായത്, ഏത് ഭാഗത്തിൽ ഏറ്റവും അവസാനത്തായിരിക്കും, ഇതാണ് മിസ്സായത് അല്ലേ? Yes. ഓക്കെ, അത് എത്രയായിരിക്കും പറയൂ? ആർക്കും കിട്ടിയോ? ഒന്ന് ശ്രമിച്ചോ? ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഇപ്പൊ പറയാം. ഒന്ന് ശ്രമിച്ചു. എന്താ മിസ്സിംഗ്? ഹരിനന്ദ്, എന്തെങ്കിലും രക്ഷയുണ്ടോ? കിട്ടിയോ? ഇല്ല സാർ. ഇല്ല. ധ്യാന? ഇല്ല സർ, നോക്കിക്കൊണ്ടിരിക്കുക. മുഹമ്മദ് റിസ്താൻ പോയോ? ഇല്ല സാർ, പോയില്ല. ഉണ്ട്. കിട്ടിയോ എന്തെങ്കിലും? ഇല്ല സാറേ, ചെയ്തോണ്ടിരിക്കാം. മദ്രസ് ഇല്ലേ മുഹമ്മദ് റിസ്താൻ? ആ സാറേ ഉണ്ട്, 6:15 പോയില്ല അല്ലേ? ആ സാറേ, ക്ലാസ് കഴിഞ്ഞപ്പം പോകും. ആ, റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യം വരും. അങ്ങനെ പോകേണ്ട കുട്ടികൾക്കെല്ലാം റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ഗ്രൂപ്പിൽ അയച്ചു തരും കേട്ടോ. ശരി, ആ ഓക്കെ സാർ. ആർക്കെങ്കിലും കിട്ടിയോ ഇതിന്റെ ഉത്തരം? ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ കിട്ടിയോ? ഇല്ല. കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പറയാം. ഇപ്പൊ പറയാം. ആൻസർ കിട്ടിയവർക്ക് ഇപ്പൊ പറയാം. ഇല്ല, ഒരു വഴിക്ക് പോയിട്ട് തിരിയുന്നില്ലല്ലേ? ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാ? 12. 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 12. ഈ 12നെ എന്ത് ചെയ്തിട്ടാണ് 24 കിട്ടുന്നത്? ഇരട്ടിയാക്കിയിട്ട്. ഇരട്ടിയാക്കിയിട്ട്. അപ്പൊ 12നെ ഇരട്ടിയാക്കിയിട്ടാണ് 24 കിട്ടുന്നത്. അപ്പൊ 12നെ ഇരട്ടി ആണ് 24 കേട്ടോ. ശരി, അതേ ക്രമത്തിൽ നമുക്ക് ഈ 84നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് തരിക. ഈ 84നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. ഓ, മനസ്സിലായില്ല. എത്ര? 14. 14 എന്ന് പറഞ്ഞാൽ 28ന്റെ പകുതി. അപ്പൊ 14നെ 2 കൊണ്ട് ഗുണിച്ചാൽ, 14നെ നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ 14 ഇവിടെ നിന്ന് എടുക്കുക. പോകുന്നില്ലേ? പോയില്ല. 14നെ നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 28. എത്ര കിട്ടും? 14 2 കൊണ്ട് ഗുണിച്ചാൽ 28. 14 2 കൊണ്ട് ഗുണിച്ച് 28. അതേ ക്രമത്തിൽ നമുക്ക് 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ്? 16. അപ്പൊ 14ന്റെ ഇരട്ടി എത്ര? 14 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 16. എത്ര? 16. 16. ആ 16ന്റെ ഇരട്ടി എത്രയാണ്? 32. അപ്പൊ നമ്മുടെ ആൻസർ ഉത്തരം കിട്ടിയില്ലേ? എത്രയാണ്? 32. 32. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ ഇത് പല വഴിക്കും പോയി നോക്കണം, എന്നാലേ കിട്ടും. അടുത്ത ചോദ്യം വായിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. There are 5 Fridays in January, not 5 Saturdays. Which day is January 1st? അപ്പം അതിന്റെ വിശദീകരണം തരാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ചോദ്യം ഞാൻ തരും. ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ ഇന്ന് തന്നെ യൂട്യൂബിൽ വരുമ്പോൾ കമന്റ് ചെയ്യാം. There are 5 Fridays in January. ജനുവരി മാസത്തിൽ 5 വെള്ളിയാഴ്ചകളുണ്ട്. Not 5 Saturdays. പക്ഷെ സാറ്റർഡേസ് 5 ഇല്ല. 5 ഇല്ല, പിന്നെ 4 ഉണ്ടാവും.
ഏതൊരു മാസത്തെ കലണ്ടറിലും ഒന്നുകിൽ 5 ദിവസം അല്ലെ 4 ദിവസം. അപ്പൊ നിങ്ങൾ കലണ്ടർ ഒന്ന് എടുത്തു നോക്കിയാൽ ഇപ്പൊ ഈ മാസം ജൂണിൽ തന്നെ നോക്കിക്കോളൂ. അവിടെ നിങ്ങൾക്ക് ഞായറാഴ്ചകൾ 5 എണ്ണം കാണാം. ഞായറാഴ്ചകൾ 5 എണ്ണം കാണാം. 5 ഞായറാഴ്ചകൾ. പക്ഷെ തിങ്കളാഴ്ച നിങ്ങൾക്ക് 4 ഉണ്ടാവും. അപ്പൊ ഇവിടെ 4, 5 എന്ന ക്രമത്തിലാണത് നിങ്ങൾക്കറിയാം. ഇവിടെ 5 ഇവിടെ ഫ്രൈഡേസ്, there are 5 ഫ്രൈഡേസിൽ, ഇത് വേറെ ഏതോ ഒരു വർഷത്തെ കലണ്ടറിന്റെ കാര്യമായി പറയുന്നത്. 5 ഫ്രൈഡേസ് ഇൻ ജാനുവരി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനുവരിയിൽ ഫ്രൈഡേയുടെ എണ്ണം 5, സാറ്റർഡേ 5 ഇല്ല. 5 ഇല്ല എന്നുള്ള എത്ര ഉണ്ടാവും? 4. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഫ്രൈഡേ 5ഉം തൊട്ടടുത്ത സാറ്റർഡേ 4ഉം പറഞ്ഞാൽ ആ ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 3-ലായിരിക്കും. അത് ഉറപ്പാണ്. 3-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പം 3-ാം തീയതി ഫ്രൈഡേ ആയിരിക്കും, ഉറപ്പാണ്. 3-ാം തീയതി ഫ്രൈഡേ. ഇനി അടുത്ത ഫ്രൈഡേ വരുന്ന എത്രാം തീയതി? 10-ാം തീയതി. അടുത്ത ഫ്രൈഡേ വരുന്ന എപ്പോഴായിരിക്കും? 17. അടുത്തത് 24. അടുത്തത് 31. അപ്പോരെ 31 വരെയല്ലേ ഉള്ളൂ. അപ്പം ഇവിടെ ഫ്രൈഡേയുടെ എണ്ണം നിങ്ങൾ നോക്കൂ. 1, 2, 3, 4, 5. അപ്പൊ ഇവര് പറഞ്ഞ ചോദ്യം ശരിയാണ്. ഇനി സാറ്റർഡേ, അപ്പൊ 3-ാം തീയതി ഫ്രൈഡേ ആണെങ്കിൽ 4-ാം തീയതി സാറ്റർഡേ. പിന്നെ 11, 18, 25 എന്ന ക്രമത്തിൽ പോകും. അപ്പം there are 5 Fridays, not 5 Saturdays. അപ്പൊ 4. നിങ്ങൾ എന്താ പറയാ? വിച്ച് ഡേ ഈസ് ജനുവരി 1st? വെനസ്ഡേ. കാരണം ഈ ഫ്രൈഡേന്റെ തൊട്ടിപ്പുറാണ് തേഴ്സ്ഡേ ആണ്, അത് 2-ാം തീയതി. പിന്നെ വെനസ്ഡേ 1-ാം തീയതി. അപ്പം മനസ്സിലാക്കി വെക്കുക, 31 ദിവസമുള്ള ഒരു മാസത്തിൽ 1, 2, 3 എന്നിവ ചേർന്ന് വരുന്നത് 31 ദിവസമുള്ള ഒരു മാസത്തിൽ 1, 2, 3 എന്നിവ ചേർന്ന് വരുന്നത് എപ്പോഴും 5 എണ്ണം ഉണ്ടാകും. ഈ കലണ്ടർ കാണുന്നുണ്ടോ നിങ്ങൾ? 1, 2, 3 ആഗസ്റ്റ് മാസം 31 ദിവസം. 1, 2, 3 1, 2, 3, 4, 5 1, 2, 3, 4, 5 1, 2, 3, 4, 5 കണ്ടോ? എനിക്കിതിന്ന് ചോദ്യം ഉണ്ടാക്കാം. There are 5 Saturdays in August, not 5 Sundays. Which day is August 1st? അല്ലെങ്കിൽ ഏത് ദിവസം എനിക്ക് ചോദിക്കാം. പിന്നെ കലണ്ടറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കലണ്ടറിൽ 1-ാം തീയതിയും 29-ാം തീയതിയും ഒരേ ദിവസമാവുമെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. എന്നാ വേറെ ഏത് ഡേറ്റ് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. 1ഉം 29ഉം തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കുക. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം 7 മാസങ്ങൾ 31 ദിവസം വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആഗസ്റ്റ് മാസം 31 ദിവസമാണെങ്കിൽ ഇവിടെ 1ഉം 2ഉം 3ഉം ചേർന്ന് വരുന്നവ 5 എണ്ണവും ബാക്കിയെല്ലാം 4 എണ്ണവും ഉണ്ടാവുക. അപ്പം അങ്ങനെയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ മുമ്പായിട്ട് വരുന്നത് നിങ്ങൾക്കൊരു ചോദ്യം. ഇന്നത്തെ ഹോംവർക്കാണ്. ഈ ഹോംവർക്കിന്റെ ആൻസർ നിങ്ങൾ യൂട്യൂബിൽ ഈ ക്ലാസ് ഇന്ന് തന്നെ വരും. വന്നു കഴിഞ്ഞാൽ സ്കൂളും വിട്ട് വന്ന് വേഗം നോക്കുക, അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കും. ധ്യാനം. In March, there are 5 Sundays and 4 Mondays. What day will be April 1 in the same year? മലയാളം വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വർഷത്തിലെ മാർച്ച് മാസത്തിൽ 5 ഞായറാഴ്ചകളും 4 തിങ്കളാഴ്ചകളുമുണ്ട്. ആ വർഷം ഏപ്രിൽ 1 ഏത് ദിവസമായിരിക്കും? In March, there are 5 Sundays and 4 Mondays.
വാട്ട് ഡേ വിൽ ബി April 1st in the same year. ഒരു വർഷത്തിലെ മാർച്ച് മാസത്തിൽ 5 ഞായറാഴ്ചകളും 4 തിങ്കളാഴ്ചകളും ഉണ്ട്. ആ വർഷം April 1 ഏത് ദിവസമായിരിക്കും? ഇന്നത്തെ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് എല്ലാവരും ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികളും കമന്റ് ചെയ്യുക. യൂട്യൂബിൽ ക്ലാസ് നമ്പർ 6 or 7 ആയിട്ടായിരിക്കും വരിക. നമ്പർ 7 അത് നിങ്ങൾക്ക് USS NMMS അതുപോലെ ന്യൂമാത്സ് ഇതിന് എല്ലാ ചോദ്യവും വരുന്ന പൊതുവായുള്ള ചോദ്യങ്ങളാണ് നമ്മൾ 10 ചർച്ച ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? Yes, sir. Yes. അപ്പൊ എന്തെങ്കിലും പ്രയാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പറയാം, പ്രതികരിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലാകാത്ത ഉണ്ടെങ്കിലൊക്കെ പറയാം. മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓൾ ദ ബെസ്റ്റ്.